ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. എല്ലാരും അറിഞ്ഞില്ലേ? മെസ്സേജ് എല്ലാവരിലേക്കും കിട്ടിക്കാണുമല്ലോ, കുറച്ചു പേരേ ഉള്ളൂ. ഓക്കെ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. നമുക്ക് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ. ആരെങ്കിലും എന്നോട് ഈ ബാച്ചിൽ ആരെങ്കിലും ആയിരുന്നു ഒന്ന് സംസാരിക്കണം? മെസ്സേജ് എനിക്ക് അയച്ചു. എനിക്ക് ആരാന്ന് പിന്നെ ഓർമ്മ കിട്ടുന്നില്ല. ഇനിയായിരുന്നു. ആരോ ഈ ബാച്ചിൽ നിന്നായിരുന്നു എന്നോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എപ്പോഴാ വിളിക്കാൻ പറ്റാന്ന് ചോദിച്ചത്. ലിനിയായിരുന്നു. ഞാന് ചോദിച്ചിരുന്നു, പക്ഷെ ഞാന് മെസ്സേജ് അയച്ചിട്ടില്ല മാം. എന്തോ ഞാന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മെസ്സേജ് ചെയ്തിട്ടില്ല. ആണോ? അതാരാണോ? പക്ഷെ അത് ഓരോന്നും ഓർമ്മ കിട്ടുന്നില്ല. കൊറേ മെസ്സേജ് വരുമ്പോ ആരാ എന്താന്നൊരു പിടിയും കിട്ടിയില്ല. അതല്ലേ. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല മാം വിളിക്കാൻ. മെസ്സേജ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. മദറിൻലോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടേ. അപ്പൊ അങ്ങനത്തെ ഇതില് ഇതായി എൻഗേജ്ഡ് ആയി. ഓക്കെ. ഡിസ്ചാർജ് ആയോ? ഡിസ്ചാർജ് ആയി. പക്ഷെ ആൾക്ക് ബ്ലഡ് കുറയാണേ. അപ്പൊ വീണ്ടും ചെക്ക് ചെയ്തിട്ട് വീണ്ടും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൺഡേ. അപ്പൊ അത് അപ്പോഴറിയുള്ളൂ എന്താന്നുള്ളത്. അപ്പൊ അതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോളനോസ്കോപ്പിയും പിന്നെ CT ഇതൊക്കെ. അങ്ങനെ. ഓക്കെ മാം. ഓക്കെ, then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രേയർ? യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ പ്രേയർ? ആരാ പ്രേയറിന് റെഡിയാണോ? മാം, ഞാൻ ആലം ദയാലുവിന്റെ അറബിക് വേർഷൻ പാടാം. എനിക്ക് കാണാതെ അറിയുന്ന, അതുകൊണ്ട് മലയാളം പാടുമ്പോൾ നോക്കി വായിക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. മലയാളം ആണ് കൂടുതലും എല്ലാ ബാച്ചിലും കേട്ടിരിക്കുന്നത്. അറബി കേട്ടപ്പോ അതാണ് അതിന്റെ മലയാളം. നോർമലി അത് പാട്ടായി അങ്ങനെ എഴുതിയപ്പോ അങ്ങനെ അർത്ഥം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അർത്ഥമായിട്ടുള്ളത് മനസ്സിൽ വരും. പക്ഷെ പാട്ടായിട്ട് പാടുമ്പോൾ അത് ആ ഒരു ടോണിൽ പാടണല്ലോ. അതെ അതെ. ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു ക്ലാസ്. 8-ാം തീയതിയാന്ന് തോന്നുന്നു നിങ്ങളുടെ ടേം 2 എക്സാമിനേഷൻ അല്ലേ? 8-ാം തീയതിയാണോ മെയിൻ എക്സാമിന്റെ ടൈം ടേബിൾ ഒന്നും? അതെന്താ ഡേറ്റ് വന്നിരിക്കുന്നത്? 20-ാം തീയതി. സോ 8-ാം തീയതി ടേം എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്റ്റഡി ലീവ് ആയിരിക്കും. പിന്നെ ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ടേം എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ 4th യൂണിറ്റാണ് എടുത്തോണ്ടിരുന്നത്. യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ അല്ലെ? സെൽഫ് കൺസ്ട്രക്ഷൻ കുറച്ച് പോർഷനും കൂടെ ഉള്ളു. അത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ 10th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. മോണ്ടിസോറി ടേംസ് 10th കഴിഞ്ഞിട്ട് ഞാൻ 7ലേക്ക് വരുള്ളൂ. കാരണം 7 കുറച്ചധികം സമയം വേണ്ടതാണ്. അതുകൊണ്ടാണ് 10 അതിലെ കുറച്ച് കണ്ടന്റ്സ് വായിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അതുകൊണ്ട് അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയുള്ളൂ. എന്തുകൊണ്ടാണ് അതങ്ങനെ വായിച്ച് നമ്മൾ പോവില്ല, അതിലെ കാര്യങ്ങൾ പറഞ്ഞു പോകുള്ളൂ. എന്തുകൊണ്ടാന്നുള്ളത് യൂണിറ്റ് ആവുമ്പോ പറയാം. ഇപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ.
ഇവിടം വരെയായിരുന്നു. അബ്സോർബൻ മൈൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? അതെ, അൺകോൺഷ്യസ് മൈൻഡ് തീർന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് 3 to 6 years. കോൺഷ്യസ് മൈൻഡ് മുഴുവനും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? From 3 to 6 years, the child continues to observe knowledge, and this is also a period of self-construction. However, the child is now conscious. He has a memory and has advanced a will. Now he takes in consciously. Using his hand, it is by means of work that he becomes conscious and develops himself by means of his hand. He learns writing, reading, fundamental ideas, numbers, and many other things automatically and without fatigue. So we have to understand that the first period in human development in which character is formed is the most important time. At no other age has the child greater need of an intellectual help. And my barrier that impedes his creative work will lessen the chance he has of achieving perfection. He has a type of mind that goes after the concrete. He has the great power of imagination. The children should be allowed to work at their own pace, completing the circle of activity so necessary to their growth and development. സോ കോൺഷ്യസ് മൈൻഡ്, നമ്മൾ അബ്സോർബൻ മൈൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, എല്ലാം അബ്സോർബ് ചെയ്യുമോ എന്ന് പറഞ്ഞു കുട്ടികൾ അല്ലെ. അതില് 3 years വരെയും അവര് എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അവിടെ ലോജിക്കലായിട്ടോ ക്രിയേറ്റ് അങ്ങനെയുള്ള ആ ഒരു തിങ്കിങ്, ആ ഒരു ഓർമ്മയൊന്നും അവർക്ക് വരില്ല. അവരുടെ മെമ്മറി ഷാർപ്പ് ആകുന്നത്, കോൺഷ്യസ് ആകുന്ന ടൈം 3 to 6 years ആണ്. 3 to 6 yearsലും സെയിം പാറ്റേൺ തന്നെ 0 to 3 yearsലുള്ളത് പോലെ തന്നെ അവർ നോളജ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. അവിടെ കുട്ടി കോൺഷ്യസ് ആയിരിക്കും, കിട്ടുന്ന നോളജിനെ എല്ലാം അസസ് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു മസിൽ മെമ്മറി പോലെ ഒരു മെമ്മറിയിൽ അത് സൂക്ഷിക്കും. അത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ പ്രീവിയസ് എക്സ്പീരിയൻസ്, ആക്ടിവിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ മെമ്മറിയാണ് ആ കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത്, ഇന്നർ ഗൈഡ് ആയിട്ട് വരുന്നത്. അപ്പൊ കോൺഷ്യസ്ലി ആയിരിക്കും ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഹാൻഡ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഹാൻഡ് എന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഹാൻഡ് എന്ന് പറയുന്നത് റൈറ്റിംഗ്, റീഡിങ്, ഫണ്ടമെന്റൽ ഐഡിയാസ്, കൂടുതൽ കൈകൾ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഈ ഒരു ഏജിലാണ്. റൈറ്റിംഗ്, റീഡിങ്, ഡ്രോയിങ്, പിന്നെ ഫണ്ടമെന്റൽ ഐഡിയാസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് കിട്ടുന്നു. ഒരു ക്ഷീണം ഉണ്ടാവില്ല, നമുക്കത് കാണാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇവർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരു സമയം പോലും വെറുതെ ഇരിക്കില്ല എന്ന് അമ്മമാര് പൊതുവെ പറയാറുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഫസ്റ്റ് പീരീഡ് ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നു. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ഈ ഒരു 3 to 6 years എന്ന് പറയുന്നത്. എല്ലാ ഡെവലപ്മെന്റൽ ഏരിയയിലും പ്രോഗ്രസ് നടക്കുന്ന ഒരു ടൈമാണ് ഈ 3 to 6 years എന്ന് പറയുന്നത്. വേറൊരു ഏജിൽ, അത് നമ്മൾ ഈ 3 to 6 yearsൽ കാര്യമായി നമ്മൾ ശ്രദ്ധിച്ചില്ല, ശരിയായ രീതിയിലുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഏജിലേക്ക് ചെല്ലുമ്പോൾ അത് കുട്ടിയെ ബാധിക്കും. ഈ ഒരു പീരീഡിൽ എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ ലേ ചെയ്യണം എന്ന് പറയുന്ന പോലെയാണ്. നല്ലൊരു ഫണ്ടമെന്റൽസ് നടക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് കുട്ടി പോകുന്നത്. അതുവരെ കോൺക്രീറ്റ് ഐഡിയാസ് ഉണ്ടായിരുന്ന ആൾ, അതായത് കണ്ടാല് കേൾക്കുന്നത്, തൊട്ട് നോക്കുന്നത്, അങ്ങനെയുള്ളത് മാത്രം മനസ്സിലായിരുന്ന കുട്ടി ആ കോൺക്രീറ്റ് ഐഡിയയിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കി തുടങ്ങും ഒരു 6 years ഒക്കെ കഴിയുമ്പോഴേക്കും.
ഇമാജിനേഷൻ, ആ ഒരു ഇമാജിൻ ചെയ്യാൻ ഭയങ്കര ഒരു ഇമാജിനേറ്റീവ് പവർ ആയിരിക്കും. ചിലർ ഭയങ്കര ഫാന്റസിയിലേക്ക് പോകും. അത് ഒരു ലിമിറ്റ് ആണ്, അത് കൂടുതൽ അങ്ങോട്ട് പോകരുതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി എപ്പോഴും പറയുന്നത്. ഇമാജിനേറ്റീവ് പവർ നല്ലതാണ്, കാരണം ക്രിയേറ്റിവിറ്റി അതിനൊപ്പം ഡെവലപ്പ് ചെയ്യും. അതാണ് ഗ്രേറ്റ് പവർ ഓഫ് ഇമാജിനേഷൻ ഇവർക്ക് വരുന്നത്. എന്തെങ്കിലും കളികളാണെങ്കിലും അവരുടേതായ രീതിയിൽ അവർ ഇമാജിൻ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ടോയ്സ്. അവരുടെ ഓൺ പേസിൽ അവരെ വർക്ക് ചെയ്യാനായിട്ട് അവരെ അലോ ചെയ്യണം, ആ ഒരു ഫ്രീഡം കൊടുക്കണം. ഓൺ പേസ് എന്ന് പറഞ്ഞാൽ ഓൺ റേറ്റ്, അവരുടെ സ്പീഡില്, അതായത് അവരെ കൺട്രോൾ ചെയ്ത് മതി, ഇത്ര മതി, പെട്ടെന്ന് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റേ കുട്ടി ചെയ്തത് കണ്ടില്ലെന്നോ ആ രീതിയിലുള്ള കമ്പാരിസൺ ഒന്നുമില്ല. അവന്റേതായ ഒരു പേസിൽ അവന് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. അത് അവന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ സെൻസിറ്റീവ് പീരീഡിൽ 6 ഏരിയയിലൂടെ കുട്ടിയുടെ സെൻസിറ്റീവ് പീരീഡ് പോകുന്നത് നമ്മൾ പറഞ്ഞു. അത് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ആ ഒരു സെൻസിറ്റീവ് പീരീഡ് പ്രോഗ്രസീവ് ആയിട്ട് പോകുന്നത്. അപ്പൊ അതേ ടൈം തന്നെ കുട്ടിക്ക് അബ്സോർബൻ മൈൻഡുമാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അപ്പൊ എല്ലാ ഏരിയയിലും കുട്ടി ഡെവലപ്പ് ആകുവാണ്. സെൻസസ് യൂസ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റും നടക്കും. കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ മെമ്മറി ഷാർപ്പ് ആകുന്നു. അതെല്ലാം മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നർ ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. കോൺക്രീറ്റിൽ നിന്നും അബ്സ്ട്രാക്ട് ഐഡിയാസിലേക്ക് പ്രോഗ്രസീവ് ആകുന്നു. ഇമാജിനേറ്റീവ് പവർ കൂടുന്നു ഈ ഒരു പ്രായത്തിൽ. അങ്ങനെ കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ആകുന്നു. അതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നെ എന്താ പറയാ ഡെവലപ്പ് ആയിട്ട് വരും. നെക്സ്റ്റ് ഞാൻ ലാസ്റ്റ് യൂണിറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. 10th യൂണിറ്റ്, മോണ്ടിസോറി ടേംസ്. ഇത് ഡോക്ടർ മോണ്ടിസോറി അവരൊരു പ്രത്യേകതയുള്ള ഒരു ലേഡി ആയിരുന്നു. അവർക്ക് കോമൺ ആയ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളോടൊന്നും താല്പര്യമില്ലായിരുന്നു. അവരായിട്ട് ഓരോ കോണ്ടെക്സ്റ്റിലും പല ഇടങ്ങളിൽ നിന്നും പല ലാംഗ്വേജിൽ നിന്നും പല വേർഡുകളും കടമെടുക്കുമായിരുന്നു. അതാണ് മോണ്ടിസോറി ടേംസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കുറച്ചേ തന്നിട്ടുള്ളൂ. ആക്ച്വലി മോണ്ടിസോറി ടേംസിൽ വരുന്നതാണ് സ്പിരിച്വൽ എംബ്രിയോ, അബ്സോർബൻ മൈൻഡ്. ഇതൊക്കെ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ടേംസ് ആണ്. സ്പിരിച്വൽ എംബ്രിയോ, അബ്സോർബൻ മൈൻഡ്, അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം മോണ്ടിസോറിയുടെ ഓരോ ടേമുകളാണ്. അതിൽ കുറച്ച് ടേംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡോക്ടർ മോണ്ടിസോറി പറയുന്ന ടേമാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. നമ്മൾ കുറച്ചുകൂടെ അതിന്റെ എക്സാക്ട് ഒരു മലയാളം വേർഡ് പറയുവാണെങ്കിൽ പൊരുത്തപ്പെടുക എന്നുള്ളത്. നമ്മളൊരു റിലീജിയസ് ബിലീഫില് മാരേജില് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക. എത്ര മനോഹരമായ ഒരു സെന്റൻസ് ആണിത്. പക്ഷെ അതിനെ എന്താ പറയാ വളച്ചു കെട്ടാതിരുന്നാൽ ലൈഫ് കൂടുതൽ ഭംഗിയാകും. കാരണം ഒരാളല്ല കോംപ്രമൈസ് ചെയ്യേണ്ടത്, രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്, പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ചെറുപ്പത്തിലേ നമ്മൾ അഡാപ്റ്റഡ് ആകുവാണെങ്കിൽ, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ വലുതാകുമ്പോൾ, യെസ്, ഞാൻ പൊതുവെ റിലീജിയനെ പറ്റി ക്ലാസ്സുകളിലൊന്നും പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ ജനറലി അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ എപ്പോഴും പ്രെയർ ഒക്കെ പറയുമ്പോൾ എല്ലാവരോടും പറയാം, നിങ്ങൾ പ്രെയർ എഴുതുമ്പോഴും പറയുമ്പോഴും നത്തിങ് റിലീജിയസ്, അങ്ങനെയായിട്ടുള്ള ഒരു സെക്യുലറിസം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ട്. MSW പഠിക്കുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് അത് എനിക്ക് കൂടി. കാരണം എന്ന് വെച്ചാൽ റിലീജിയൻ, എഡ്യൂക്കേഷനിൽ റിലീജിയന് യാതൊരു പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നോ ഓഫൻസ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എഡ്യൂക്കേഷൻ എന്ന് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇടമാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആൺപെൺ വ്യത്യാസമില്ല, സാമ്പത്തികമായ അതിർവരമ്പുകൾ ഇല്ല എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ചില കോഴ്സുകൾക്കൊക്കെ ചേരുമ്പോൾ നമുക്ക് നല്ല കാശ് വേണം, അത് വേറെ കാര്യം. ഡോക്ടർ മോണ്ടിസോറിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ റിലീജിയൻ ഒരിക്കലും ഇതുമായിട്ട് മിക്സ് ചെയ്യാത്തത്. ഓക്കെ, വിശ്വാസങ്ങളുണ്ട്, ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ് ഒക്കെ ഉണ്ട്, അത് ചെറുപ്പം മുതലേ ശീലിച്ചു വന്നത്. ബട്ട് ദാറ്റ് കുട്ടികളിൽ പോലും അത് അടിച്ചേൽപ്പിച്ചിട്ടില്ല കേട്ടോ. അവരെന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലളിതം, അത്രേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് അമ്പലത്തിൽ പോകുന്ന വ്യക്തി, വേറെ ആരും പോകില്ല. മോള് ഇപ്പൊ കൂടെ വരും, തന്നെ വരുന്നത്. ഞാൻ
പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഞാൻ പോകുമ്പോൾ പറയും ഞാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും, ലൈക്ക് അങ്ങനത്തെ രീതിയിൽ. പിന്നെ വീട്ടിൽ വിളക്ക് മോൻ വെക്കും, അത് പറഞ്ഞിട്ടൊന്നുമില്ല, അവൻ തന്നെ വെക്കും. അവൻ എന്നാലും ഞാൻ പോയി വെക്കാനായിട്ട് പോകുമ്പോൾ അവൻ ചോദിക്കും ഞാനല്ലേ അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല, they are doing. So Montessori terms. Adaption. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പം ആലോചിക്കുക കേട്ടോ. ഞാനിങ്ങനെ ഒരു പ്രായമായപ്പോ ഞാനിങ്ങനെ അമ്പലങ്ങളിലൊന്നും പോവാറില്ല. അപ്പൊ ഇങ്ങനെ ഏതോ ഒരു ജോത്സ്യൻ അമ്മയോട് പറഞ്ഞു അത്രേ, ഭയങ്കര ഉൾഭക്തിയാണ്. അപ്പൊ അമ്മ എടുത്ത് വായിക്കാൻ ആ ജോത്സ്യനോട് പറഞ്ഞു. അവളതിന് അമ്മ എല്ലാ ദിവസവും പോണയാളാണ്. അമ്പലങ്ങളിലൊന്നും അതിന്റെ പരിസരത്ത് കൂടെ പോകില്ലല്ലോ എന്ന് ജോത്സ്യൻ പറഞ്ഞു അമ്മോട്. അതിന്റെ അമ്പലത്തിൽ പോയാലും അതുപോലുള്ള ആരാധനാലയങ്ങളിൽ പോയാലാണോ ഭക്തി ഉണ്ടാവുന്നത്, അല്ലാതെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ആള് പറഞ്ഞു ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഭക്തിയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്. എനിക്ക് ആള് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു ജോത്സ്യനായിരിക്കാം. നമ്മളുടെ ഫാമിലി അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടീസ് കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ടാണ് അങ്ങനെയുള്ളിടത്തൊക്കെ പോകേണ്ട കാര്യമുള്ളൂ. ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നു. അത് പുള്ളി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നി. നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ അമ്പലങ്ങളും അല്ല, വേറെ എന്തെങ്കിലും പോവാൻ നിൽക്കുമ്പോൾ വേറൊരു കാര്യം വരുമ്പോൾ അതിനാണ് പ്രയോറിറ്റി എങ്കിൽ ഞാൻ അതിന്റെ പുറകെ പോകും. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉത്സവങ്ങളിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം. എനിക്ക് തിരക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൺസ് ഇൻ എ വയൽ അതിന്റെ പരിസരത്തോടെ പോകുന്നല്ലാതെ തിരക്കുള്ളിടത്ത് പോവുക ഇച്ചിരി പാടാണ്. ചില സ്ഥലങ്ങളൊക്കെ തിരക്കേ ഉണ്ടാവുള്ളൂ, ഗുരുവായൂരും പോലുള്ള സ്ഥലങ്ങൾ. അവിടെ പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തിരക്കാണെങ്കിലും വല്ലപ്പോഴും ഒന്ന് പോയിട്ട് വരും. അകത്തൊന്നും കയറില്ല, പുറത്തൂടെ ഒന്ന് നടന്നിട്ട് ഇങ്ങനെ വരും. അതൊക്കെയാണ് എൻ്റെ ഒരു രീതികൾ. ഓക്കെ. സോ അഡാപ്ഷൻ, പൊരുത്തപ്പെടുക. പിന്നെ എനിക്ക് ആ ഒരു വാക്ക് കേട്ടപ്പോ ഞാനിങ്ങനെ ഇതാണ്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക. അതെനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു സെന്റൻസ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്, ഡോക്ടർ മോണ്ടിസോറി എല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് അഡാപ്ഷൻ വേണം എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 10ാം ക്ലാസ് വരെ നമ്മുടെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ +2 വരെ കൂടി വന്നു. അത് കഴിയുമ്പോൾ ചിലപ്പോ അവര് പോകുന്നത് വേറെ ദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ ജോലി കിട്ടി പോകുന്നത് ദൂര സ്ഥലങ്ങളിലായിരിക്കും. പെൺകുട്ടികൾ മാരേജ് കഴിഞ്ഞിട്ട് വേറെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ തന്നെയാണെങ്കിലും മാരേജ് കഴിയുമ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ജീവിക്കാൻ പോകും. അങ്ങനെ വരുമ്പോൾ ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ട ഒരു ആവശ്യം വരും. ചെറുപ്പം തുടങ്ങിയേ നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡെവലപ്മെന്റിനെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ അവിടെയും കാര്യമുണ്ട്. ഈ അഡാപ്ഷൻ എന്ന് പറയുന്നത് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് ഇഷ്ടമില്ലാതെയുള്ള കോംപ്രമൈസോ അഡ്ജസ്റ്റ്മെന്റോ അല്ല അഡാപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വില്ലിങ്നെസ്സോട് കൂടി, നമ്മളുടെ ഇഷ്ടത്തോടു കൂടി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ്, പൊരുത്തപ്പെട്ട് പോകുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ അങ്ങനെ ഒരു സെന്റൻസ് ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി, അഡാപ്ഷൻ മീൻസ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്. ഞാൻ എക്സാമിന് ചോദിക്കാറുണ്ട്, എല്ലാ ബാച്ചിനോട്ടും ചോദിക്കും. കാരണം അഡാപ്ഷൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്നുള്ളത് അറിയണമല്ലോ. എപ്പോഴും നമ്മൾ താന്നു കൊടുക്കുക എന്നുള്ളതല്ല. ആ ഒരു സിറ്റുവേഷനിൽ ആരൊക്കെയാണോ അഡ്ജസ്റ്റഡ് ആകേണ്ടത് അവരെ അഡ്ജസ്റ്റഡ് ആകും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ചില മെറ്റീരിയൽസ് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ദത്തെടുക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. അഡോപ്റ്റ് ചെയ്യാന്നല്ലേ, അഡോപ്ഷൻ. ഓക്കെ. മിസ്, അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി ആ സെന്റൻസ് പറയാമോ? അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി സെന്റൻസ് പറയാമോ? According to Maria Montessori, adaptation means adjustment with like, with willingness or with like. ഇഷ്ടത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്നത് ഒരുതരം എന്താ പറയാ, ഒരു താല്പര്യമില്ലാതെ ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡാപ്ഷൻ അല്ല. അപ്പൊ അതാണ് പറയുന്നത്. അപ്പം കുട്ടികൾ എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് പല പല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. വീട്ടിൽ ചിലപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് സ്പെഷ്യൽ ബാച്ചിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അവർ ഹോളി ഗ്രേസ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് കേട്ടോ. മണിപ്പൂരിൽ നിന്നുള്ളൊരു കുട്ടിയുണ്ട്, അത് ഹോളി ഗ്രേസിലെ ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവരെന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, UKG ആണോ LKG ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സെഷനിൽ ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കരച്ചിലാണെന്ന് പറയാം. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ടീച്ചേഴ്സ് എന്തൊക്കെ വിചാരിച്ചിട്ടും കരച്ചിൽ മാറ്റാൻ പറ്റുന്നില്ല.
പക്ഷെ ആ കുട്ടിക്ക് ആകെ ക്ലാസ്സിൽ ഒരു കുട്ടിയോട് മാത്രമേ ഇഷ്ടമുള്ളൂ, അതിനോട് മാത്രമേ മിണ്ടുള്ളൂ, വേറെ ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റു കുട്ടികളുടെ അടുത്തിരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. ചെറിയൊരു കുട്ടിയാന്ന് ആലോചിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇത് സ്കൂളിൽ ഇപ്പൊ സാധാരണ നോർമൽ ചെയറും ഒക്കെയാണല്ലോ, അതിലൊന്നും ഇരിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് കുട്ടിയുടെ ക്ലാസ് താഴെയാണെങ്കിൽ ഡയഗണലി മുകളിലത്തെ ഫ്ലോറിൽ നിൽക്കും കുട്ടിക്ക് കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസ് വീട്ടിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവര് ഭയങ്കര റിച്ച് ആണ്. അതായത് കുട്ടി ചെയറിലോ അങ്ങനെയുള്ള ഉടൻ ഇതിലൊന്നും ഇരുന്നിട്ടേ ഇല്ല ലൈഫിൽ. ഫുൾ ടൈം കൗച്ചിലാണ്, ഭയങ്കര കുഷ്യനൊക്കെയുള്ള കൗച്ചിൽ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കൗച്ചിലാണ്. പിന്നെ വീട്ടില് സെൻട്രലൈസ്ഡ് AC ആണ്, ചൂടുള്ള അങ്ങനെ ഫാനിൽ ആ കുട്ടി ഇരുന്നിട്ടേ ഇല്ല. കുട്ടി ഫുൾ ടൈം വീട്ടിലെ AC-യിലാണ്. അപ്പൊ ആ കുട്ടിക്ക് സ്കൂളിലൊരു നോർമൽ നല്ലൊരു സ്കൂളാണ് ഹോളി ഗ്രേസ് എന്ന് പറയുന്നത്. ആ നോർമൽ എൻവിയോൺമെന്റില് മറ്റു കുട്ടികളുമായിട്ട് ഇരിക്കാൻ ആ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അഡാപ്റ്റേഷൻ അത് ചെറുപ്പത്തിലേ ആ കുട്ടിക്ക് ചെറിയ പ്രായം തുടങ്ങി അതിനെല്ലാം ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ കുട്ടി വെയിലറിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, റഫ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഫുൾ ഇതുപോലെ കുഷ്യനൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇരുന്നും കിടന്നൊക്കെ ആയിരിക്കും ജീവിച്ചത്. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ പറ്റുന്നില്ല. അത് നമ്മൾ കുട്ടികളെ പായിൽ കിടത്തുന്നു, പായിൽ ഇരുത്തുന്നു, മുറ്റത്ത് നടത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെറിയ പ്രായത്തിലൊന്നും അതൊന്നും നടന്നിട്ടുണ്ടാവില്ലായിരിക്കാം കുട്ടിയുടെ കാര്യത്തിൽ. അപ്പൊ അഡാപ്റ്റേഷൻ കുട്ടികളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വളരെ ആവശ്യമുള്ളതാണെന്നാണ് പറയുന്നത്. അങ്ങനെ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഏതൊരു സിറ്റുവേഷനുമായിട്ടും, കാരണം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. പല രീതിയിലുള്ള ആൾക്കാർ ആണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോ പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ചിലപ്പോ ഇപ്പോ ആ ഒരു ഭാഗത്ത് ശബ്ദം നമുക്ക് ചിലപ്പോ താല്പര്യമായിരിക്കും ഉറക്കെ ഇരുന്ന് പാട്ട് കേൾക്കാൻ. പക്ഷെ തൊട്ടടുത്ത് വീടുകൾ ഉണ്ടാവുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും അല്ലെ, ശബ്ദം പുറത്തേക്ക് പോകാതെ അങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ നമ്മള് അതൊരു അഡാപ്ഷൻ ആണ്. സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നു. വീടിന് തൊട്ടടുത്തൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും നമ്മളുടെ വീട്ടിൽ നിന്നും അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഒരു കല്യാണം എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മുടെ അവിടെ സ്പേസ് ഒരുക്കി കൊടുക്കും, അങ്ങനെയും ചെയ്യും. അപ്പൊ ആ ഒരു നമ്മളുടെ കാര്യം മാത്രം നോക്കി നമുക്കൊരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല. സോ അതൊക്കെ അഡാപ്ഷന്റെ ഒരു കാര്യമാണ്. അതൊക്കെ ചെറുപ്പത്തിലേ ശീലിച്ചാലാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളായി മാറുള്ളൂ എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നെക്സ്റ്റ് ഡോക്ടർ മോണ്ടിസോറി പറയുന്ന ഡെവലപ്മെന്റ്. ഇതിനെ കുറിച്ച് കാര്യമായി പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു സബ്ജക്ട് തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. പല ഏരിയയിലുള്ള ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വായിച്ച് നീട്ടി പോകേണ്ട ആവശ്യമില്ല. പുതുതായിട്ടെന്ന് പറയാൻ 3 കാര്യങ്ങളാണ്. അത് ഇതിന്റെ ടോപ്പിക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. അതും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഡെവലപ്മെന്റ്, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു ഡെവലപ്മെന്റില് എല്ലാവരും പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, കുട്ടികള് അവര് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഒരു 3 വയസ്സ് തുടങ്ങി ഇങ്ങനെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഈ സേവ് ചെയ്ത് വെച്ച കാര്യത്തിന്റെ മെന്റൽ ഇമേജ് വെച്ചിട്ടായിരിക്കും അവര് പ്രസന്റ്ലി ഓരോ ആക്ഷൻസും ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഡെവലപ്മെന്റ് കേസിൽ ഓരോ മനുഷ്യനെയും ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നത് ആ ഒരു ബേസിക് ഫോഴ്സ് ആയിരിക്കും. ഈ ബേസിക് ഫോഴ്സിനെ ഫിലോസഫർ ബർഗ്സൺ ഇലാൻ വിറ്റൽ എന്ന് പറഞ്ഞു. ഇലാൻ വിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ടേം ആണ്. അത് ലൈഫ് ഇമ്പൾസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും ആരോ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യുന്നു, ഡു ഇറ്റ്, അവിടെ പോകുക അല്ലെങ്കിൽ അവിടെ പോകണ്ട, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. ആരോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ തോന്നി. അതാണ് അതിനെ ബർഗ്സൺ ഇലാൻ വിറ്റാലിന് പേരിട്ട് വിളിച്ചപ്പോ ഡോക്ടർ മോണ്ടിസോറിക്ക് ഒരാൾ ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കാനുള്ള അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു കാണില്ലായിരിക്കും. അവരതിനെ പുതിയൊരു പേരിട്ട് വിളിച്ചു, ഫോം എന്നൊരു പേരിട്ട് വിളിച്ചു, HORME. ഇത് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ്. ഗ്രീക്ക് ലാംഗ്വേജിൽ ഒപ്പു എന്ന് മീനിങ് വരുന്ന ഒരു ടേം, ലൈഫ്, ഒപ്പു എന്ന് പറയുന്ന ലൈഫ് മീനിങ് വരുന്ന
അതിനുമായിട്ട് കണക്ട് ചെയ്താണ് മറിയ മോണ്ടിസോറി ഇതിനെ ഹോം എന്ന് വിളിച്ചത്. എലാൻ വിറ്റൽ, അതായത് ആ ഒരു വൈറ്റൽ ഫോഴ്സ്, ലൈഫ് ഇമ്പൾസ്, അതാണ് ഹോം എന്ന് പറയുന്നത്. ഹോം താഴെ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക് കഴിഞ്ഞ് അതിന്റെ താഴെ ഹോം വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഹോം എന്ന് പറയുന്നത് ഈ ഹോമിനെ അസിസ്റ്റ് ചെയ്ത് വേറെയും കാര്യങ്ങൾ കിട്ടും. അത് ഹോം പറയുമ്പോൾ ഞാൻ അത് കൂടുതലായിട്ട് പറയും. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ മോണ്ടിസോറിയെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന്റെ നോളജ് ഉണ്ടാക്കിയെടുക്കുക, സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഡോക്ടർ മോണ്ടിസോറി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ ഷേപ്പ് ചെയ്യാനായിട്ടാണ് എഡ്യൂക്കേഷൻ വേണ്ടതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അതായത് നമുക്ക് കുറെ മെഷീൻസോ റോബോട്ടോ പ്രോഡക്ട്സോ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നവരൊക്കെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാകണം. അവർക്ക് സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ച് സൊസൈറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് അവർക്ക് പറ്റണം. ആ രീതിയിലുള്ള കുട്ടികൾ. അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എമ്പതിയുള്ള മനുഷ്യരുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അങ്ങനെയുള്ളൊരു ജനറേഷൻ ഉണ്ടായി വരണം. അങ്ങനെ വരുമ്പോഴാണ് യുദ്ധം, അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ, അതായത് ആളുകൾ വയലന്റ് ആകാതിരിക്കുക, പരസ്പരം ദ്രോഹിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള മക്കളായിട്ട് വരും. ഏറെ ആയതുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ട പല കാര്യങ്ങളും മെഷീൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ എന്നിരുന്നാലും ഞാനിപ്പോ ഇന്ന് എയുടെ കാര്യം ഒരാളോട് സംസാരിച്ചപ്പോ ആള് പറഞ്ഞു, വന്നു കരുതിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് കുറയുന്നൊന്നുമില്ല. നമ്മള് 3 ദിവസം കൊണ്ട് ചെയ്ത ഒരു പണി നമുക്ക് ചിലപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ തന്നെ വേണം. 3 hours കുറച്ചുകൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. 3 ദിവസം കൊണ്ട് ചെയ്ത പണി 3 മണിക്കൂർ കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് ഇന്ന് പറഞ്ഞു ഏറെ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിനെ എല്ലാ ഫേസസുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അത് എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അല്ലാതെ കുറെ ഡോക്ടേഴ്സും സിവിലൈസ്ഡ് സിറ്റിസൺസ്, കുറെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതുപോലെയുള്ള കുറെ ആൾക്കാർ, കുറെ പ്രോഡക്ട്സ് അല്ല ഇറങ്ങേണ്ടത്. സൊസൈറ്റിയുടെ നീഡ്സ് നോക്കണം. പക്ഷെ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടുന്ന ആൾക്കാർ മാത്രമല്ല, ഇതുപോലെ മനുഷ്യരോട് ഒരു കൺസേൺ, എമ്പതി ഒക്കെ വരുന്ന രീതിയിലുള്ള ആളുകളായിട്ട് മാറണം. അതായത് നമ്മളെ ഡെവലപ്പ് ചെയ്യണം. നമ്മളുടെ ഡെവലപ്മെന്റ് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവുകയും ചെയ്യണം. ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതില് അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് ആളുകൾ കൂടുതൽ അഡാപ്ഷൻ എന്നുള്ള അതിലേക്ക് പോകുന്നത്. വിദ്യാഭ്യാസം നല്ല രീതിയിലുള്ള അവയർനെസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് അറിയാം ഓരോ സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോം. എലാൻ വിറ്റലിന് ബർഗ്സൺ പറഞ്ഞു, അതിനെ ഡോക്ടർ മോണ്ടിസോറി ഹോം എന്ന് വിളിച്ചു. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ഫോഴ്സ്, ഒരു ഇന്നർ ഗൈഡ്, ഉൾവിളി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് നമ്മളുടെ അകത്തേക്കുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ്, അത് തന്നെയാണ് ശരിക്കും. പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ഇപ്പൊ വളരെയധികം ഹോർമോൺസ് ഉണ്ട് അല്ലെ. ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് നടക്കുമ്പോൾ പല പ്രശ്നങ്ങളും വരും. അപ്പൊ ഈ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഈ ഹോർമോണിന്റെ ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് ബോഡിയിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അപ്പൊ കൊച്ചു കുട്ടികളിൽ ഡോക്ടർ മോണ്ടിസോറി എന്നതാണ് പറഞ്ഞത്. കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ്, അഗ്രസീവ്നെസ്, വയലന്റ് നേച്ചർ, ഡിസ്റ്റർബിങ് ക്യാരക്ടർ, ഡിസ്ട്രോയിങ് ഇതൊക്കെ കാണിക്കുന്ന ഇവരുടെ ഉള്ളിലുള്ള ഈ ഫോഴ്സ് ഇങ്ങനെ അവിടെ ക്രൗഡഡ് ആയിട്ട് ഓർഡറിലല്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. അതിനെ കറക്റ്റ് ഓർഡർ ആക്കാൻ അവരെ ചില ആക്ടിവിറ്റീസിലൂടെ കടത്തിവിടുമ്പോൾ അവര് സബ്മിസീവ് ആകുന്നു. അവര് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നല്ല നോർമലൈസ്ഡ് കുട്ടികളായി മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മോണ്ടിസോറി പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഹോർമോൺസ്. അപ്പൊ ഈ ഹോർമോൺസിനെ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഇതൊരു വൈറ്റൽ എനർജിയാണ്. ഈ ഹോം എന്ന് പറയുന്നത് ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള ഒരു വൈറ്റൽ എനർജി.
നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പർപ്പസ്ഫുൾ ആയിട്ട് ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പ്രാപ്തരാക്കുന്ന, കേപ്പബിൾ ആക്കുന്ന ഒരു വൈറ്റൽ എനർജിയാണ് ഹോം. ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല, കാരണം വായിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ റീഡ് പിന്നീട് എപ്പോഴെങ്കിലും ലേറ്റർ. കാരണം ഡോക്ടർ മോണ്ടിസോറി ഇത് കടമെടുത്ത വാക്കുകളാണ് നമ്മൾ പറഞ്ഞു. ഇവർ കടമെടുത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള പല ലെവൽസിൽ നിന്നാണ് ഇവര് കടമെടുത്തത്. ഇവർക്ക് ആക്ച്വലി വേണ്ടത് ഒരു വൈറ്റൽ എനർജി, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു വൈറ്റൽ എനർജി വേണം. അതാണ് അത് ചില കോണ്ടെസ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ചില വാക്കുകളെ അവർക്ക് വേണ്ടിയിട്ട് കടമെടുത്തു. അപ്പൊ ആ കോണ്ടെസ്റ്റ് എന്താന്നുള്ളതാണ് ശരിക്കും ഇവിടെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റീഡ് ചെയ്ത് പോകേണ്ടത്, നമുക്കത് പറഞ്ഞു പോവാന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ, ആറ്റംസും മോളിക്യൂൾസും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിരിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നു, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ നമുക്ക് പല പല പ്രോഡക്ട്സ് വരുന്നു. അത് തന്നെയാണ് ഹോം. കൊച്ചു കുട്ടികളിൽ ഈ ഹോം അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കിടക്കും, ഈ മോളിക്യൂൾസിനെ പോലെ ഓരോ ഓർഡറിലല്ലാതെ. നമ്മൾ കെമിക്കൽ ആക്ഷൻസ് പ്രോപ്പർ ആവുമ്പോഴാണ് ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇവരുടെ ഈ എനർജി, കുട്ടികളിലെ ഈ എനർജി, അതാണ് ഇവര് ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം ഫോഴ്സ് എടുത്ത് ചെയ്യുന്നത്. മാക്സിമം ഫോഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ശരിയല്ലാതെ വരും. അപ്പോൾ ഇവർക്ക് പാരന്റ്സിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രോണപ്സ് ആരുടെങ്കിലും സൈഡിൽ നിന്ന് വഴക്ക് കേൾക്കും. ജഗ്ഗിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം മുഴുവനും പുറത്തേക്ക് തെറിച്ചു പോയ ഒരു കാര്യം എപ്പോഴും എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇവരെ സംബന്ധിച്ച് ഇവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും മാക്സിമം ഫോഴ്സ് എടുത്താ ചെയ്യുന്നത്. എന്തെങ്കിലും പിടിച്ച് പുഷ് ചെയ്യുമ്പോൾ അത് എളുപ്പം അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഫോഴ്സിൽ മറിഞ്ഞു വീഴുവോ ദൂരേക്ക് പോവുകയോ ചെയ്യും. കുട്ടികളെ ബാക്കിൽ നിന്ന് അവരിങ്ങനെ ജസ്റ്റ് പിടിക്കുമ്പോൾ ചിലപ്പോൾ ആ ഫോഴ്സ് കൂടിയിട്ട് കുട്ടികൾ വീഴും. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളാവും. അപ്പൊ നമ്മൾ അവരോട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവര് അതൊക്കെയാണ് ഈ ആ ഒരു അടുത്ത പാരഗ്രാഫുകളിലൊക്കെ പറയുന്നത്. എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ എന്ന് പറയാനേ അവർക്ക് അറിയുള്ളൂ. അത് അവർ കള്ളം പറയുന്നതോ ചെയ്ത കാര്യത്തിന്റെ മറയ്ക്കാനോ ഒന്നുമല്ല. അവർക്ക് അറിയില്ല എന്താ അങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ മോണ്ടിസോറി അങ്ങനെ ആ ഒരു കുട്ടികളിൽ ഇത് ഈ എനർജി ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട്, ക്രൗഡഡ് ആയിട്ട്, ഡിസോർഡർ ആയിട്ട് കിടക്കും. അങ്ങനെ കിടക്കുന്ന എനർജിയെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാനാണ് ഇവരെ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് അവർ നോർമലൈസ്ഡ് ആകുന്നത്. അപ്പൊ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ ഒരു കാര്യത്തിന്റെ കറക്റ്റ് ആകും. അവർക്ക് പലതവണ ജഗ്ഗിന്ന് വെള്ളം ഒഴിക്കുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും എങ്ങനെ ചെയ്താൽ അത് ശരിയാകും എന്നുള്ളത് മനസ്സിലാകും. ഈ ഹോം ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നു ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സ് ഇൻകേപ്പബിൾ ആണ് അറ്റ് ബർത്ത് അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അനിമൽ ബേബീസ് പെട്ടെന്ന് തന്നെ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻബോൺ ആയിട്ടുള്ള ആ കാര്യങ്ങൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ പെട്ടെന്ന് തന്നെ മെച്യൂർ ആകും. പക്ഷെ ഹ്യൂമൻ ബീയിങ്സിന് ഈ ഒരു എല്ലാ പൊട്ടൻഷ്യലും ഉള്ളിലുണ്ട്. പക്ഷെ അവർക്ക് കുറേ സമയം എടുത്താണ് ഡെവലപ്പ് ആകുന്നത്. വൺസ് ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും സ്ട്രോങ് സ്പീഷീസ് നമ്മൾ പറയും. ഫിസിക്കലി അല്ല, എന്ത് കാര്യങ്ങളും മനസ്സിലാക്കാനും എന്തും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ് പറയും. അപ്പൊ മനുഷ്യരുടെ ഉള്ളില് അനിമൽസിനുണ്ടായിരുന്ന ഇൻസ്റ്റിങ്ക്റ്റ് പോലെ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അനിമൽസിനുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു അനിമൽസിനുള്ള ഇൻസ്റ്റിങ്ക്റ്റിനെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആ പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുലി. അപ്പൊ ഈ ഒരു പൊട്ടൻഷ്യൽ ഒരു കുട്ടിയിൽ നിറയെ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഈ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഹോമാണ് ഫോഴ്സ് ചെയ്യുന്നത്. പക്ഷെ ഹോമിനോട് ഇത് പറയുന്നത്, ഹോമിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരാളുണ്ട്. അത് നീമിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നീമി എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെമ്മറിയാണ്. അപ്പൊ ഹോമും നീമിയും നെബുലയും തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. ഹോം എന്നുള്ള ഫോഴ്സ് ഒരു മനുഷ്യനെ അവന്റെ കഴിവ് ഉള്ളതിനെ ഫോഴ്സ് ചെയ്യിച്ച് അവനെ കൊണ്ട് ചെയ്യിക്കണം. അവന്റെ പൊട്ടൻഷ്യൽ, അവന്റെ നെബുല മനസ്സിലാക്കി ചെയ്യിക്കണം. അവൻ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ, അതായത് നെബുല ഉണ്ടെന്ന് ഹോമിനെ ഓർമ്മപ്പെടുത്തുന്നത് നീമി എന്നുള്ള ജനറ്റിക് മെമ്മറിയാണ്. ഈ ആൾക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇയാളെ കൊണ്ട് ഇത് ചെയ്യിക്കും എന്ന് നീമി പറയുമ്പോഴാണ് ഹോം ആ മനുഷ്യനെ ഫോഴ്സ് ചെയ്യുന്നത്. നമ്മൾക്ക് ആ ഉൾവിളി കിട്ടുന്നത്. മനസ്സിലായോ? കുട്ടികള് എൻവയോൺമെന്റിൽ കാണുന്ന പല കാര്യങ്ങളും ഇങ്ങനെ അബ്സോർബ് ചെയ്ത് അവരവരുടെ മനസ്സിൽ മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും.
അപ്പൊ മെമ്മറിയിൽ എല്ലാത്തിന്റെയും ഇംപ്രഷൻസ് ഉണ്ടാകും, ബ്രെയിനിൽ ആ മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഈ മെമ്മറിയാണ് ഹോമിനോട്, ഈ ഒരു ഫോഴ്സിനോട് പറയുന്നത് ഈ ആൾക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇയാളെ കൊണ്ട് ഇത് ചെയ്യിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്, അപ്പൊ നമ്മള് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഈ ഹോമും നീമി നെബുലയൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഈ നീമി എന്നുള്ള മെമ്മറി ഉണ്ട്. അത് പ്ലാന്റ്സിലുണ്ട്, അനിമൽസിലുണ്ട്, ഹ്യൂമൻ ബീയിങ്ങിലുണ്ട്. പ്ലാന്റ് ലൈഫ് ഫ്ലോറ, അനിമൽ ലൈഫ് ഫോണ. ഈ ഫ്ലോറയിലും ഫോണയിലും ഈ നീമി എന്നുള്ള മെമ്മറി ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് അതാണ് നീമി പറയുന്നത്. മെമ്മറിയാണോ? അതെ, മെമ്മറിയാണ്, ജനറ്റിക് മെമ്മറിയാണ്. നമ്മൾ പറഞ്ഞ നമ്മുടെ കോൺഷ്യസ് മെമ്മറിയും അൺകോൺഷ്യസ് മെമ്മറിനെയും ഡോക്ടർ മോണ്ടിസോറി വിളിച്ച പേരാണ് നീമി. അവരിട്ട പേരാ. അവർക്ക് കൗതുകമുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ലേഡിയാണ്. അവർക്ക് കോമൺ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഒന്നിനെയും വിളിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഓരോന്നിനും ഓരോ ടേം കണ്ടുപിടിച്ചത്. അപ്പൊ ഈ നെബുല എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ. ഈ നെബുലേനെ പുഷ് ചെയ്യുന്നത് ഹോമാണ്, പുഷ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഹോം. നമ്മുടെ കഴിവുകള്, ഈ പൊട്ടൻഷ്യൽ നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ട്, പക്ഷെ അത് പൂർണ്ണ വളർച്ച പ്രാപിച്ചിട്ടല്ല വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അനിമൽ ബേബീസിനെ പോലെ നടക്കാനോ സംസാരിക്കാനോ ഓടാനോ ഒന്നും പറ്റാത്തത്. സമയമെടുത്തിട്ടാണ് ഈ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ഈ സമയമെടുത്ത് ഡെവലപ്പ് ആകണമെങ്കിൽ നമ്മുടെ മെമ്മറി കോൺഷ്യസ് ആകണം. അത് 3 വയസ്സാകുമ്പോഴാണ് കോൺഷ്യസ് ആകുന്നത്. അപ്പോഴാണ് ഈ പൊട്ടൻഷ്യൽ ഓരോന്നും പുറത്തേക്ക് വരാൻ തുടങ്ങുന്നത്. മെമ്മറി കോൺഷ്യസ് ആകുമ്പോൾ മെമ്മറി ഹോമിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിക്കുന്നു, ഹോമിനെ ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു കഴിവ് ഇയാൾക്കുണ്ട്, അയാളെ കൊണ്ട് അത് ചെയ്യിക്കൂ എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുമ്പോൾ ഹോം അയാളെ പുഷ് ചെയ്യും, അയാളുടെ ഗോളിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ ഒരു കുട്ടി വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഒരു വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടി നമ്മളോട് പറയുമല്ല, എന്നൊരിക്കൽ വരയ്ക്കാൻ കഴിവുണ്ടെന്ന് പറയല്ല. അവൻ ഒരു ദിവസം ഭിത്തിയിൽ വരയ്ക്കുന്നു. ഇപ്പൊ ആചാര്യവർമ്മയുടെ കഥകളൊക്കെ അങ്ങനെയല്ലേ, ഭിത്തിയിൽ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മള് വര കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയാണ്, ഓ ഇവന് വരയ്ക്കാൻ ക്ലിന്റ് അല്ലെ, ഇത്ര ചെറുപ്പത്തിലേ അത്രയും പിക്ചേഴ്സ് വരച്ചു. അപ്പൊ അതെല്ലാം ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന പൊട്ടൻഷ്യലാണ്. അത് അവരുടെ ഇന്നർ ഗൈഡ്. അവർക്കൊരു ഇമേജ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിയുമ്പോൾ ഇവരുടെ ബ്രെയിനിൽ ഇവർ ആ ഇമേജിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് അവർക്ക് വരയ്ക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുമ്പോൾ അവരുടെ ഇന്നർ ഗൈഡ് അവരെ കൊണ്ട് അവരുടെ സ്റ്റോർ ചെയ്ത് വെച്ച ഇമേജിനെ വരപ്പിക്കുക. അപ്പൊ അവിടെ ഹോമും നീമിയും കൂടെ പണിയെടുത്താണ് ഈ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മെമ്മറി ആ ഒരു ഇമ്പൾസ് കൊടുക്കുവാണ്, ബോഡിയിലുള്ള ആ ഒരു എനർജിക്ക് ഇമ്പൾസ് കൊടുക്കുവാണ്, ഇയാളെ കൊണ്ട് ഇത് ചെയ്യിക്കൂ എന്ന് പറഞ്ഞ് ട്രിഗർ ചെയ്യിക്കുക. അങ്ങനെ ഹോം ആ ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ആളിരുന്ന് വരയ്ക്കാൻ തുടങ്ങും. ഒരു ഫിലിമില് ജ്യോതിർമയിക്ക് ഇങ്ങനെ സുഖമില്ലാത്തതുണ്ട്. അതിലെങ്ങനെ അവള് എപ്പോഴോ കണ്ട ബോഗൻവില്ലയുടെ പിക്ചർ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, പടമൊക്കെ. അതൊക്കെ ഈ ഹോർമോൺസും സാധാരണ നമ്മുടെ ഹോർമോൺ തന്നെയാണ് ഈ ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഹോർമോൺ ടൈം നമ്മൾ സാധാരണ പറയുന്ന സയന്റിഫിക് ഹോർമോൺ ടൈം തന്നെയാണ് ഈ ഹോർമോൺസ്. അതെ അതെ, കാരണം എന്താ വെച്ചാൽ ഹോർമോൺസ് ശരിക്കും ഒരു ഫോഴ്സ് ആണല്ലോ. അതായത് നമുക്കിപ്പോ ഒരു പേടി വരുമ്പോ നമ്മുടെ അഡ്രിനാലിൻ പ്രവർത്തിക്കുന്നു, സന്തോഷം വരുമ്പോ ഡോപ്പമിൻ ഒക്കെ. അപ്പൊ ഇതൊക്കെ ഒരു എനർജി അല്ലേ. ഈ അഡ്രിനാലിനും ഡോപ്പമിനും നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 ഹോർമോൺസ് ആണ്. അതുപോലെ നമ്മുടെ ഓരോ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് പോകുമ്പോൾ അത് ഹോർമോണൽ ചേഞ്ച് ആന്ന് പറയുന്നില്ലേ. ഇപ്പൊ വിറ്റാമിൻ ഡിന്റെ കുറവുണ്ടാകുമ്പോ അത് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരുന്നുണ്ട്. വിറ്റാമിൻ ഡിന്റെ കുറവ് കൊണ്ട് ഇങ്ങനത്തെ ഹോർമോണൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഡിപ്രഷൻ പോലെ, അതുപോലെ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാന്നുള്ള ഡോക്ടേഴ്സ് പറയുന്നില്ലേ. അതായത് എനർജി ഫോം ആണ്. ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറി നോക്കുമ്പോൾ ഡോക്ടർ മോണ്ടിസോറിക്ക് ഒരു എനർജി ഫോമിന് ഒരു പേര് വേണം. ഡോക്ടർ മോണ്ടിസോറി നോക്കിയപ്പോൾ ആ ഒരു എനർജി ഫോമുമായിട്ട് മാച്ച് ആവുന്ന ഒരു വേർഡ് ഫോം തന്നെയാണ്. അപ്പൊ അതാണ് അവര് ആ കടമെടുത്തു, ആ വേർഡ് അങ്ങ് കടമെടുത്തു. അവര് പറഞ്ഞു അതൊരു വൈറ്റൽ എനർജിയാണ്, നമ്മളെ കൊണ്ട് പർപ്പസ്ഫുൾ ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കും. അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികള്, അവർക്ക് എനർജി ഭയങ്കര എന്താ പറയാ കൂടുതലായിരിക്കും. അവരപ്പൊ എന്താ പറയുന്നത്, അവര്
കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടും സാധനങ്ങൾ നശിച്ചു പോകുന്ന രീതിയിൽ ഡിസ്ട്രോയിങ് ആയിട്ടുള്ള രീതിയിലുള്ള സ്വഭാവം കാണിക്കും. അപ്പൊ അതാണ് പറയുന്നത്, നമ്മളുടെ ഉള്ളില് ഈ ഹോം ഡിസോർഡർ ആയിട്ടും ക്രൗഡഡ് ആയിട്ടും കിടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആ ഒരു വയലന്റ് നേച്ചറും അഗ്രസീവ്നെസ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അവരെ നമുക്ക് നേരെ കൊണ്ടുവരുന്നെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോകണം. ഡോക്ടർ മോണ്ടിസോറി ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസനെ പറ്റിയിട്ടുള്ള ഒരു കഥയില്ലേ മാം? സ്കൂളിൽ നിന്ന് തിരിച്ചയച്ചിട്ട് അമ്മ പറയുന്ന മോന്റെ ബുദ്ധിക്കനുസരിച്ചുള്ള ആ പഠനം ആ സ്കൂളിൽ ഇല്ല എന്ന് പറയുന്ന ഒരു കഥയില്ലേ? അപ്പൊ ആ അമ്മ ട്രെയിൻ ചെയ്തെടുത്തിട്ട് പിന്നീട് ലോകം അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായി മാറിയ കഥ. അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പൊട്ടൻഷ്യലിനെ അമ്മ പുറത്തു കൊണ്ടുവന്നു അല്ലെ? നർച്ചറിങ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, വീട്ടിലായാലും സ്കൂളിലായാലും. കുട്ടികളുടെ നർച്ചറിങ് തന്നെയാണ്, നമ്മൾ പറഞ്ഞല്ലോ സെൻസിറ്റീവ് പീരീഡിൽ ആ ഫേസസ്. നർച്ചറിങ് പ്രോപ്പർ ആണെങ്കിൽ ഡെവലപ്മെന്റ് നല്ല ലെവലിൽ വരും. നർച്ചറിങ് പ്രോപ്പർ അല്ലാതെ വന്നപ്പോൾ ആ ഡെവലപ്മെന്റ് എല്ലാം ലോ ലെവലിലേക്ക് പോയി. നമുക്ക് വൺസ് ഒരു ഫൗണ്ടേഷൻ ഇടേണ്ട സമയത്ത് ഫൗണ്ടേഷൻ ഇടാതെ കുറെ കഴിഞ്ഞിട്ട് പോയി ഫൗണ്ടേഷൻ ഇടാൻ നോക്കിയാൽ ഒരിക്കലും അത് പിടിക്കില്ല. ആണ് പറയുന്നത്, കതിരിന്മേൽ പോയി വളം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു എനർജി, ഒരു ഫോഴ്സ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, കുട്ടികളുടെ ഉള്ളിലുണ്ട്. കുട്ടികളുടെ ഉള്ളിൽ അത് ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഓർഡറിലാക്കാൻ നമ്മളുടേതായ ചില, ഇപ്പൊ ഹോർമോൺസ് അങ്ങനെയാണല്ലോ, ഹോർമോൺസ് ഇംബാലൻസ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മെഡിസിൻ കഴിച്ച്, മെഡിസിൻ അല്ല ശരിക്കും തൈറോയിഡിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോ ഹോർമോണാണ് നമ്മൾ ശരിക്കും കഴിക്കുന്നത്. തൈറോയിഡ് അത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഷുഗർ, ഡയബറ്റിക് ഇഷ്യൂ ഉള്ളവർക്ക് ഇൻസുലിന്റെ ഇംബാലൻസ് ആണല്ലോ, ഇൻസുലിൻ എന്നുള്ള ഹോർമോണിന്റെ ഇംബാലൻസ് വരുവാണ്. അത് കറക്റ്റ് ചെയ്യാനായിട്ട് അവര് അതാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ കുട്ടികളിലെ ഈ ഹോം അല്ലെങ്കിൽ എനർജി ലെവല് ഡിസോർഡർ ആകുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ചില ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറിക്ക് നോക്കിയപ്പോ നമ്മുടെ ബോഡിയിലെ ചില ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻസിന് ചേഞ്ചസ് വരുന്നത് ഹോർമോൺസ് മൂലമാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ എനർജിക്ക് ചേരുന്ന പേര് അതാണ് എന്ന് പറഞ്ഞ് അവരത് കടമെടുത്തതാണ്. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് ഞാൻ പറയാം, നിങ്ങളിത് വായിച്ചു നോക്കുമ്പോ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടൊന്ന് വായിക്കുമ്പോ ഒരുപാടുണ്ട് എന്ന് പറയാം. നെബുല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ ഫോഴ്സാണ് പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ ബസ് കാത്തു നിൽക്കുകയാണ്, ഒരു ബസ് വരുന്നു, ബസ്സിന്റെ വരവ് കണ്ടപ്പോ നമുക്ക് തോന്നിയോ ഇതിൽ കയറണ്ട, അടുത്തതിൽ കയറും. ഇതൊക്കെ നമ്മുടെ ഒരു ഇന്നർ ഗൈഡാ. ചിലര് പറയില്ലേ, ഞാൻ പോകേണ്ട ബസ്സായിരുന്നു അത് ആക്സിഡന്റ് ആയി, എന്തോ എനിക്ക് അതിൽ കയറാൻ തോന്നിയില്ല എന്നൊക്കെ ചിലര് പറയില്ലേ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയില്ലെങ്കിൽ ഞാൻ പോകേണ്ട ഒരു ഫ്ലൈറ്റ് ആയിരുന്നു, അത് എന്തോ എനിക്ക് ആ സമയത്ത് അതിൽ പോകണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ലേറ്റ് ആവുന്ന രീതിയിൽ എന്റെ വീട്ടിലെന്തോ സംഭവിച്ചു. അപ്പൊ സംതിങ് റിലേറ്റഡ്, അങ്ങനെ ഒരു രീതി ഞാൻ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എന്താ പറയുക, എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, ഉൾവിളി എന്നൊക്കെ പറയുന്ന പോലെ. ഈ കോഴ്സിന് ഞാൻ ചേരണോ വേണ്ടയോ, ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ചേരാൻ നേരത്തുണ്ടായിരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഉൾവിളി, ഞാനിത് ചേരണോ അങ്ങനെ. അപ്പൊ അവസാനം ചേർന്നു. പിന്നെ അന്ന് എനിക്ക് ഇങ്ങനെ എന്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു ചേരൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചേർന്നു. ചിലപ്പോ നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടാവും, നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് വട്ട് എവർ ഇറ്റ് ബി, നമ്മൾ പറയാണ് എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, അതാണ് ഞാൻ ചേർന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യിക്കും. നമ്മളുടെ വീട്ടിലുള്ളവര് നീ ഇതിന് ചേരൂ, നീ വെറുതെ ഇരിക്കല്ലേ, നല്ലതായിരിക്കും, കേസ് ആവുമ്പോൾ. അതുപോലെ നമ്മുടെ ഉള്ളിലിരുന്നും ആരോ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഹോം എന്നുള്ള ഒരു എനർജി. അത് അവരുടെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അവരതിനെ ആ ഫോഴ്സിനെ അവർ പേരിട്ട് വിളിച്ചു. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ ആക്ഷൻസിന്റെ കാരണമായ പല ഹോർമോൺസ് ഉണ്ടല്ലോ, അപ്പൊ ആ പേരാണ് ഇതിനും ആപ്റ്റ് എന്ന് അവർക്ക് തോന്നി. അവരതിനെ ഹോം എന്ന് പേര് ഇട്ട് വിളിച്ചു. ഫുൾ ഹോർമോൺസ് പറയാതെ ഹോം, ഒരു ഗ്രീക്ക് വേർഡ്, വൈറ്റൽ എനർജിയാണ്. നമ്മളൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യരെ ഇൻകേപ്പബിൾ ആന്ന് പറഞ്ഞു, പക്ഷേ മനുഷ്യരുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ടാണ് മറിയാം മോണ്ടിസോറി ആ ഒരു മാനസികാവസ്ഥയെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിളിച്ചത്. പക്ഷെ ആ പൊട്ടൻഷ്യൽ ഭ്രൂണാവസ്ഥയില, ഒന്നും പൂർണ്ണ വളർച്ച ഡെവലപ്പ് ആയിട്ടില്ല. അത് സമയമെടുത്തേ ഡെവലപ്പ് ആകുള്ളൂ. അപ്പൊ അത് ഡെവലപ്പായി വന്നപ്പോ 3 വയസ്സായി. കാരണം 3 വയസ്സായപ്പോ മെമ്മറി ഷാർപ്പായി. അപ്പൊ മെമ്മറി ആളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു,
ഇയാൾക്ക് ഈ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇയാളെ കൊണ്ട് ചെയ്യിക്കൂ, നടക്കൂ, ഓടൂ, ചാടൂ, ഡാൻസ് ചെയ്യൂ, പാട്ട് പാടും എന്നൊക്കെ പറയിച്ചത് ചെയ്യിപ്പിച്ചത് ഹോമിനെ ഓർമ്മപ്പെടുത്തുന്നത് നീനി എന്നുള്ള മെമ്മറിയാണ്. അതൊരു ജനറ്റിക് മെമ്മറിയാണ്. അത് അൺകോൺഷ്യസ് ആണ് 3 വയസ്സ് വരെയും. ഇത് കഴിയുമ്പോൾ അത് കോൺഷ്യസ് ആയി മാറുന്നു. അത് തന്നെയാണ് നീനി എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് 3 years ഓഫ് ലൈഫില് അത് അൺകോൺഷ്യസ് ആയിരിക്കും. അത് ഗ്രാജുവലി കോൺഷ്യസ് ആയിട്ട് പ്രോഗ്രസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ അബ്സോർബൻ മൈൻഡ് 3 വയസ്സ് വരെയും അൺകോൺഷ്യസ് ആണ്. 3 വയസ്സിന് ശേഷം അത് ഷാർപ്പാകുന്നു. കുട്ടികൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നു, അനലൈസ് ചെയ്യാൻ പറ്റുന്നു. ആഫ്റ്റർ 3 years വാട്ട് ഈസ് റിയൽ, വാട്ട് ഈസ് അൺറിയൽ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അമ്പിളിമാമനെ എങ്ങനെ പിടിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. ഈ അൺകോൺഷ്യസ് മെമ്മറി കോൺഷ്യസ് മെമ്മറി ആയി മാറുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഇത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറും. അപ്പൊ നീനി 2 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫിസിക്കൽ കൈൻഡും, അത് എല്ലാ ലൈഫ് ഫോംസിലും, അതായത് എല്ലാ ജീവനുള്ളതിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കൈൻഡ് പ്ലാന്റ്, അനിമൽ ആൻഡ് ഹ്യൂമൻ ബീങ്. പ്ലാന്റ്സിന്റെ കാര്യം നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, നമ്മള് നല്ല പോലെ കെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ വെള്ളമൊഴിക്കുക. ഞാനൊക്കെ പൊതുവേ പ്ലാന്റ്സിനോട് സംസാരിക്കുന്നത്, രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കുമ്പോൾ ഞാൻ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലെല്ലാരും എനിക്ക് വട്ടാന്ന് പറയും, പക്ഷെ ഞാൻ നെവർ മൈൻഡ്. പക്ഷെ അതുകൊണ്ട് സാധാരണ ചെടികളൊക്കെ ഉള്ളൂ കേട്ടോ, അങ്ങനെ ഭയങ്കര വില കൊടുത്തൊന്നും ചെടികളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നല്ല പോലെ കൂടും ഇതിലൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നപ്പോ സ്ഥലം വാങ്ങിയപ്പോ വീടിന്റെ ഫ്രണ്ടിലായിട്ട്, വീട് വരുന്ന ഭാഗത്തിന് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ തേങ്ങ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാം. അതിൽ 1 or 2 തേങ്ങയോ ഉള്ളൂ. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു അത് വെട്ടിക്കളയും. ആരൊക്കെയെന്നല്ല, എല്ലാരും വന്ന പണിക്കാരെല്ലാരും പറഞ്ഞു വെട്ടിക്കളയ, കാരണം അത് സിറ്റ് ഔട്ടിലേക്ക് അതിന്റെ ഓല കിടക്കും, ഭയങ്കര അത് പൊടിയും വെള്ളം, മഴ പെയ്യുമ്പോഴൊക്കെ നിറയെ വെള്ളമായിരിക്കും. വെള്ളമല്ലേ, സാരില്ല, വെട്ടിക്കളയണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെട്ടാൻ സമ്മതിച്ചില്ല. എന്നൊക്കെ ഞാൻ ഇവിടെ വരൂ, അപ്പോഴൊക്കെ പണിക്കാരെന്നോട് പറയും ഇത് വെട്ടിക്കളയാം, ഇത് വെട്ടിക്കളയാം. ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ വീട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ തെങ്ങിന് തടവെടുത്തു, കുറച്ച് ജൈവവളം വാങ്ങിച്ചിട്ടു. എന്നും നനയ്ക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടും. അതിന്റെ ഒപ്പം പോയി നിന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന് നിറയെ തേങ്ങ പിടിച്ചു. കരിക്കിന് പറ്റിയതായിരുന്നു. ഫുള്ള് നിറയെ ഇങ്ങനെ എന്താ പറയാ, അതിന് ചുറ്റും ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ ആര് വീട്ടിൽ വന്നാലും നമുക്ക് പെട്ടെന്ന് പോയി ഒരു കരിക്കിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് വന്നു. ഞാൻ വീടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. കായ്ക്കാത്ത മാവിന്റെ ചോട്ട് പോയിട്ട് അടുത്ത കൊല്ലം കായ്ച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കളയൂ എന്ന് പറയണമെന്ന് പറയുന്നത് കേൾക്കാം. അതുപോലെ എന്റെ വീട്ടിലൊരു കായ്ക്കാത്ത ഒരു മാവുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടു, മോതിര വളയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 2 meter ഹൈറ്റില്, താഴേന്ന് 2 meter ഹൈറ്റില് ഒരു 1.5 centimeter മോതിരവള, അതായത് പുറമേയുള്ള തൊലിയില്ലേ, അതൊരു 1.5 centimeter ചുറ്റും ഒരു റിങ് ഇടുക, കട്ട് ചെയ്ത് കളയാം. അതായത് അവരതുകൊണ്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിലോട്ട് പോകുന്നത് ബാർക്കിൽ, നമ്മളെ പുറം തോലിലേക്ക് പോകുന്ന അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ നേരെ അത് മുകളിലേക്ക് പോയിക്കോളും. അവിടെ വെച്ച് കട്ടാവുമല്ലേ അതിന്റെ ഇത്. അപ്പൊ അതിന് പിന്നെ സിഗ്നൽസ് കട്ടായി പിന്നെയും തിരിച്ച് താഴോട്ട് തന്നെ പോയി. അപ്പൊ ന്യൂട്രിയൻസ് മൊത്തം മുകളിലോട്ടേക്ക് പോകും. അപ്പൊ ഈ വർഷം അത് കായ്ച്ചു, നിറയെ മാങ്ങ കഴിഞ്ഞ വർഷമാണ് റിങ് ഇട്ടത്. ഇതുപോലെ എക്സ്പീരിയൻസ് എല്ലാരും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ചിലരിങ്ങനെ പഠിക്കുമ്പോ ഒരു പാഠം ഉണ്ടായിരുന്നു മലയാളത്തില്. ഒരു രാക്ഷസന് ഒരു ഗാർഡൻ ഉണ്ടാവും. ആ ഗാർഡനിൽ കുട്ടികൾ കളിക്കാൻ പോകുമ്പോ രാക്ഷസന് ഭയങ്കര പേടിയാവും. ഇതിന്റെ ഉള്ളത്തെ കായ്കറികളും ഫ്രൂട്ട്സും അതുപോലെ ഈ പൂക്കളൊക്കെ കുട്ടികൾ നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ അവിടുന്ന് പേടിപ്പിച്ചിട്ട് ഓടിച്ചു വിടും. പക്ഷെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാല് ഗാർഡൻ വരണ്ട അവസ്ഥയിലാവും. അപ്പൊ രാക്ഷസന് മനസ്സിലാവും ഇത് കുട്ടികളില്ലാത്തോണ്ടാവും, കുട്ടികളുടെ കളിയും ചിരിയും വർത്താനം ഇല്ലാത്തോണ്ടാവും എന്ന് വിചാരിച്ചിട്ട് രാക്ഷസൻ കുട്ടികളെ വീണ്ടും ഗാർഡനിക്ക് തന്നെ വിളിച്ചു വരുത്തിയിട്ട് അവരതിന്റെ മുകളിൽ ഇരുന്ന് കളിക്കുന്ന ഒരു കഥ, അതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അങ്ങനെ വീണ്ടും രാക്ഷസന്റെ ഗാർഡനില് പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കും. അങ്ങനെ കുട്ടികൾ രാക്ഷസനും ഒപ്പം ആ ഗാർഡനിൽ കളിക്കുന്ന ഒരു പിക്ചറും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഓർമ്മയുണ്ട്. ശരി, ഞാനും പഠിച്ചിട്ടുള്ളതാ. പിന്നെ അതുപോലെ ഒരു വാഴയുണ്ട് എനിക്കിവിടെ. ഇവിടെ വാഴക്കന്ന് കുറെ നടാനായിട്ട് ഒരാൾ വന്നപ്പോ
ഒരു ചെറുത് നേരത്തെ ഈ സ്ഥലത്ത് കുറെ വാഴ നിന്നത്, അപ്പൊ എങ്ങനെയോ ഒരെണ്ണം ഒരു മുള വന്നിങ്ങനെ നിൽക്കുന്നു ചെറുതായിട്ട്. ആളതിനെ ചവിട്ടി അരച്ചു. എനിക്കത് കണ്ടപ്പോ സങ്കടം വന്നു. ഇത് പിടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപ്പോ പതുക്കെ അതിനെ മണ്ണീന്ന് ഇങ്ങനെ കിളച്ചെടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് അതിപ്പോ വാഴക്കൊലയൊക്കെ ആയി നിൽക്കുന്നു. ചെറിയ കൊലയാണെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പി. അങ്ങനെ ചവിട്ടി അരച്ചൊരു സ്ഥലം അതിജീവിത എന്നാ ഞാൻ അതിനെ പറയണത്. ആ വാഴയെ അതിങ്ങനെ കൊലച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പ്ലാന്റ്സിന് ആ ഒരു ലൈഫ് ഉണ്ട്. നമ്മൾ കുറെ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവര് എങ്ങനെയാണ് ചെടികളോട് കുറിച്ച് നമുക്ക് നേച്ചറിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. പ്രകൃതിയെ ഉപദ്രവിക്കുക അത്രയ്ക്കൊന്നും ആക്ടിവിസ്റ്റ് അല്ല ഞാൻ, എന്നാലും ഞാൻ കാണുന്ന ചെടികളൊക്കെ പരിപാലിക്കുന്നേ ഉള്ളൂ. അതെ, ഉള്ളതിനെ പരിപാലിക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഇല്ല, ഉള്ളതിനെ പരിപാലിക്കും. പക്ഷെ അത് നമ്മൾ സ്നേഹത്തോടെ, ഞാൻ ചില യൂട്യൂബ് ചാനൽ ഇത് കാണുന്നതാണ്, ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ നന്നായി പരിപാലിക്കുന്ന, അത് കാണാൻ തന്നെ നല്ല. അവര് ശരിക്കും കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന പോലെ ആ ചെടീനോട് ഇങ്ങനെ സംസാരിച്ച് അതിന് ഓരോ കാര്യം ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന, കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ ചെടിനെ ഇങ്ങനെ നീറ്റ് ചെയ്ത് അതിന്റെ മുളകളൊക്കെ മാറ്റി ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ചെടിയുടെ കാര്യം വരുമ്പോ ഇങ്ങനെ പറയുന്നത്, ചിലപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ വൈകുന്നേരം ചെടി നനയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഞാൻ ചെയ്യുന്ന രാത്രി ഒരു 10 മണി കഴിയുമ്പോഴും നനയ്ക്കും. അപ്പൊ ഇത് നല്ല തണുത്ത് അത് ഹാപ്പി ആയിട്ട് ഉറങ്ങുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇത് ചെടി നനയ്ക്കാനായിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ചെയ്യും. പിന്നെ ഞാൻ 8 മണിക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് 10 മണിയൊക്കെ ആവും കഴിയുമ്പോൾ. അപ്പൊ ഞാൻ ചെടി നനയ്ക്കാനായിട്ട് എവിടെ പോവാന്ന് ചോദിക്കും വീട്ടിലുള്ള ആരെങ്കിലും. അപ്പൊ ചെടി നനയ്ക്കാന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡ് എടുത്ത് തന്നെ എടുത്ത് കഴിക്കും. നിങ്ങൾക്ക് തന്നെ എടുത്ത് കഴിക്കാലോ, അതുങ്ങൾക്ക് ആരെങ്കിലും കൊടുക്കണ്ടേ. ഞാൻ മൈൻഡ് ചെയ്യില്ല. ചെടിക്കാണ് എനിക്ക് പ്രയോറിറ്റി. അങ്ങനെ അത് പ്ലാന്റ്സിന് ലൈഫ് ഉണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറി അത് പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലും ഹ്യൂമൻ ബീങ്സിലും ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ കൈൻഡ് എന്നാണ് അതിനെ പറയുന്നത്. ആ രീതി ചെടികൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത് ഒരു സൈക്കിക് നീമി എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്ലാന്റ് ലൈഫിന് എന്തില്ല, അതേസമയം നമ്മുടെ മനുഷ്യരിൽ അത് വരുന്നു. ആ ഒരു അനിമൽസിലുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരു കേപ്പബിൾ ആണ് ജനിക്കുമ്പോ തന്നെ, ഇൻബോൺ ആയിട്ട് പാറ്റേൺ ഉണ്ട്, ഇൻസ്റ്റിങ്ക്ട്. പക്ഷെ മനുഷ്യരിൽ അത് സമയമെടുത്ത് മോഡിഫൈ ചെയ്യും ആ ഒരു ഇൻസ്റ്റിങ്ക്ട്. അതാണ് നീനിയുമായിട്ട് കണക്ട് ചെയ്ത് നെബുലയെ പറയുന്നതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ അഡാപ്ഷനുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഓരോരോ സിറ്റുവേഷനായിട്ട് വരുമ്പോൾ നമ്മൾ അഡാപ്റ്റഡ് ആകും. ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഡിനോസേഴ്സ്, അവര് വംശനാശം സംഭവിച്ചു. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഡിനോസേഴ്സിനെ കുറിച്ചും. അത് അങ്ങനെ ആയിരിക്കും ഡിനോസേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മൂവീസ് ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഈ ഡിനോസേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് വന്നു, ഐസ് ഏജ്. ആ സമയത്ത് അവർക്ക് ആ ഒരു തണുപ്പ് ഉള്ള കാലാവസ്ഥയുമായിട്ട് അവർക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ അവര് മുഴുവനും നശിച്ചു പോവുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവരെ റീപ്ലേസ് ചെയ്ത് വന്ന മാമൽസിന് ഈ ഒരു ചേഞ്ചുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മാമൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റാതെ നശിച്ചുപോയി. പക്ഷെ പിന്നീട് അതിന് പകരം റീപ്ലേസ് ചെയ്ത ലിസാർഡൊക്കെ വന്നതൊക്കെ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വന്നതെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ പിന്നെ ക്ലൈമറ്റ് കണ്ടീഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാനായിട്ട് പറ്റി. അപ്പൊ ഇങ്ങനെ അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും ഈ ഒരു സെക്കൻഡ് സൈക്കിക് നീനി ഉണ്ട്. അപ്പൊ നമുക്കറിയാം ആദിമ മനുഷ്യര് അവർ ഓരോരോരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഓരോ എക്സ്പീരിയൻസിൽ നിന്നാണ് അടുത്തയിലേക്ക് അവർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈ നീതി കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു മെമ്മറി, നേരത്തെ ചെയ്തപ്പോ ഇങ്ങനെ സംഭവിച്ചല്ലോ, അപ്പൊ അടുത്തത് ഇങ്ങനെ ചെയ്യാം എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും വരും. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് വരും അല്ലെ. ഞാൻ ആദ്യം ചെയ്തപ്പോ ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ ഇനി ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. അതുപോലെയാണ് എല്ലാ വേവ്സ്, എല്ലാ ജീവജാലങ്ങളും. പക്ഷെ പ്ലാന്റ്സിന് അതില്ല എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പൊ ഒരാളുടെ സപ്പോർട്ട് വേണം, അവർക്ക് നമ്മളുടെ ഒരു സപ്പോർട്ട് പ്ലാന്റ്സിന് വേണം. അല്ലെങ്കിൽ പിന്നെ അത്രയും ഫീൽ കൊടുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടായി വരുന്ന പ്ലാന്റ് ആയിരിക്കും. ഇറ്റ്സ് റെയർ. അപ്പൊ പ്ലാന്റ്സിന് അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു നീതി മാത്രമേ ഉള്ളൂ എന്ന് പറയാം, ജീവനുള്ള ആ ഒരു സമയത്തുള്ള ആ ഒരു മെമ്മറി. പക്ഷെ അനിമൽസിന്
ഒരു സൈക്കിക് നീമിയും കൂടിയുണ്ട്. നീമിയുടെ ഒരു സെക്കൻഡ് പാർട്ട് അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും. അതാണ് സിറ്റുവേഷൻസിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റഡ് ആകാനുള്ള കഴിവ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഓരോരോ ഇവല്യൂഷൻ, ആ ഒരു പരിണാമം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മനുഷ്യരുടെ രൂപങ്ങളിൽ മാറ്റം വന്നു, ആ ജീവിത രീതികളിൽ മാറ്റങ്ങൾ ഇങ്ങനെ നല്ലൊരു അതിജീവിക്കുന്നവന്റെ അധികാരം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഡാർവിന്റെ സിദ്ധാന്തം പഠിക്കുന്നില്ലേ, അതിജീവിക്കുന്നവന്റെ അധികാരം. തന്നെ ഇതൊക്കെയാണ്. അപ്പൊ അഡാപ്റ്റബിലിറ്റി എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു അഡാപ്റ്റബിലിറ്റി നമ്മളുടെ ഉള്ളിലുള്ള കഴിവും നമ്മളുടെ മെമ്മറിയും എല്ലാം വെച്ചിട്ട് കണക്ട് ചെയ്താണ് അഡാപ്റ്റേഷനും പറഞ്ഞിരിക്കുന്നത്. പുതിയ പുതിയ രീതികളുമായിട്ട് എൻവിയോൺമെന്റൽ ചേഞ്ചസുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്ലാന്റ്സിനും ഈ ഒരു അഡാപ്റ്റേഷൻ സാധിക്കാറുണ്ട്. അവർ പൊസസ് ചെയ്തിരിക്കുന്ന മെമ്മറി വെച്ചിട്ട് മാത്രം. അവർക്ക് തന്നെ എണീറ്റ് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അവർ ഓൾറെഡി റൂട്ട് ഫിക്സ്ഡ് ആയിട്ടിരിക്കുവാണ്. റൂട്ട് മൂവ് ചെയ്യുന്നല്ലാതെ വെള്ളം അന്വേഷിച്ച് റൂട്ട് പോകും, അന്വേഷിച്ച് പോകും. ഇല്ലെങ്കിൽ അവസാനം പിന്നെ ഒന്നും കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ അവർ കരിഞ്ഞു പോകും, ഇല്ലാണ്ടാകും. അതാ നടക്കുന്നത്, വേറൊരാളുടെ എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ. അതാണ് പ്ലാന്റ്സിന് അങ്ങനെ ഒരു. പക്ഷെ നമ്മള് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു സൈക്കിക് നീമി ഉള്ളത് കാരണം നമ്മൾ സിറ്റുവേഷൻസിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആകാനായിട്ട് നമുക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ പ്ലാന്റ്സിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ചില മരങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പ്ലാന്റ്സിനെയൊക്കെ സ്നേഹിക്കുന്നവര് അത് വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം അനിമൽസ് ആണെങ്കിലും തന്നെ സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാതെ വരുന്ന അനിമൽസിനെ ഇതുപോലെ തന്നെ മനുഷ്യര് തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ നശിച്ച് ഇല്ലാണ്ടായി പോകുന്ന ആ ഒരു വിഭാഗത്തിന് മനുഷ്യര് തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. മനുഷ്യരുടെ പൊട്ടൻഷ്യൽ അത്ര കൂടുതലാണ്. അവരുടെ നീമിയുടെ പവർ കൊണ്ടാണ് ആ പൊട്ടൻഷ്യൽ അത്രയും കൂടുതൽ വരുന്നത്, ആ നീമിയുടെ പവർ കൊണ്ട്. മാൻ്റെ സൈക്കിക് എംബ്രിയോ എന്ന് അതാണ് പറയുന്നത്. ജനിച്ച ഉടനെ അവർ ഇൻകേപ്പബിൾ തന്നെയാണ്. കുറെ കഴിയുമ്പോൾ അവര് വളരെ കേപ്പബിൾ ആയിട്ട് മാറുവാണ്. അപ്പൊ വേറൊരു ജീവജാലങ്ങളുമായിട്ട് അവരുടെ ഈ പൊട്ടൻഷ്യലിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പൊതുവെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ എന്താണ് ഹോം എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് നെബുലെ, നീമി എന്താണ്, അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് അത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻ വരും. ജനറ്റിക് മെമ്മറിയാണ് നീമി. 2 kinds ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഹോം എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജി, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു വൈറ്റൽ എനർജിയാണ് ഹോം. നെബുല എന്ന് പറയുന്നത് മനുഷ്യരിലെ ഇൻസ്റ്റിങ്റ്റിന് പകരം നമ്മൾ മനുഷ്യരിലുള്ള ഒരു പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ നെബുല പറഞ്ഞ സമയത്ത് അത് നമ്മള് ബിഗ് ബാങ് തിയറി, അതായത് കേട്ടിട്ടില്ലേ, സൂര്യനും പ്ലാനറ്റ്സും അതർ സ്റ്റാർസും ഒന്നും ആദ്യം ഉണ്ടായില്ല, നമ്മൾക്കറിയില്ല. നമ്മൾ അതും കേട്ട് അറിവ് മാത്രമേ നമുക്കുള്ളൂ. പെട്ടെന്നൊരു പൊട്ടിത്തെറി വന്നപ്പോഴേക്കും അങ്ങനെ ഒരു എനർജി സോഴ്സ് ഫോം ചെയ്ത് അത് സൂര്യനായി, മറ്റു സ്റ്റാർസ് ഉണ്ടായി, മറ്റു പ്ലാനറ്റ്സ് ഉണ്ടായി. അങ്ങനെ ഒരു സോളാർ സിസ്റ്റം എന്നൊരു അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അത് ആണ് ഈ നെബുലയിൽ അവർ പറയുന്നത്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള കുറെ എനർജി സോഴ്സസും കാര്യങ്ങളുമായിരുന്നു. പെട്ടെന്ന് ഒരു ട്രിഗർ വന്നപ്പോൾ ഇതെല്ലാം കൂടെ ഫോം ചെയ്ത് ഒരു സൺ ഉണ്ടായി, സ്റ്റാർസ് ഉണ്ടായി. അങ്ങനെ അതാണ് ഇത് ഫോം ആയെന്ന് പറയാറുണ്ട്. അതെ, അങ്ങനെയാണ് നെബുല എന്നുള്ള പേര് അതുമായിട്ട് കണക്ട് ചെയ്ത് ഡോക്ടർ മോണ്ടിസോറി കടമെടുത്തത്. മനുഷ്യരുടെ ഉള്ളിലും അങ്ങനെ കുറെ പൊട്ടൻഷ്യലും ഉണ്ട്. ഇതിനെല്ലാം ഇപ്പൊ വരയ്ക്കാൻ കഴിവുള്ള കുട്ടി കുറെ പ്രാക്ടീസിലൂടെ അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറുമായിരിക്കും. നല്ലപോലെ പാടുന്ന കുട്ടി അതിന് വേണ്ടുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ലൊരു സിംഗറായി മാറും. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യലിനെയൊക്കെ ഫോം ആക്കുന്നു നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാർസ് ഉണ്ടായത്. നല്ലൊരു ടൈം എത്തിയപ്പോൾ അതെല്ലാം കറക്റ്റ് ഒരു എനർജി സോഴ്സ് ആയിട്ട് ഫോം ചെയ്തു. അപ്പൊ അങ്ങനെ ഇങ്ങനെ കിടന്നിരുന്ന് അതിനെ നെബുലയെന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി മനുഷ്യന്റെ ഉള്ളിലെ പൊട്ടൻഷ്യലിനെ നെബുലയെന്ന് വിളിച്ചത്. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പേര് അവർ കടമെടുത്തത്? അവരിങ്ങനെ കടമെടുത്തത് ഏത് കോണ്ടസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ്
ഇതിൽ വരുന്നത്. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തായാലും പറയാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്കില് ഡിഫറൻസസ് ആണ്. അത് നിങ്ങൾ ഒറ്റ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഡെവലപ്മെന്റ് നമ്മൾ ഓൾറെഡി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു, 5 ഏരിയയിലെ ഡെവലപ്മെന്റ്. അതും ഇതിന് മോണ്ടിസോറി ടേം ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടോപ്പിക്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതും ഒരു ചാപ്റ്റർ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പൊ അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുതുതായ കാര്യങ്ങളാണ് അഡാപ്ഷൻ, ഹോം, മീനിങ്, നെബുലെ, എഡ്യൂക്കേഷൻ. അത് ഓൾറെഡി നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. യെസ് പ്ലീസ് പറഞ്ഞു. ഇല്ല മാം, മാമിന്റെ കൂടെ ഓർഡറിൽ പറഞ്ഞതാ. എന്തോ മാം പറയുമ്പോ ഒരുമിച്ച് പറഞ്ഞതാന്ന് മതി. ഞാനിപ്പോ നെബുലയിൽ വന്ന് നിൽക്കുകയാണ്. ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ മുന്നേ എനിക്ക് 8 മണിക്കൊരു ക്ലാസ് കയറണം. ഞാനൊരു കോഴ്സ് ചെയ്യുന്നതിന്റെ വൈൻഡപ്പ് സെഷനാണ്, അതിന്റെ കോൺവെക്കേഷൻ ആണ് ഞങ്ങൾക്ക് സാറ്റർഡേ. ഓൺലൈൻ ആട്ടോ കോൺവെക്കേഷൻ. അപ്പൊ അതിന്റെ ആദ്യം എന്നോട് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ ഞാൻ മെസ്സേജ് ചെയ്തായിരുന്നു. അതായത് 7:30 തുടങ്ങി 9 o'clock വരെയൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചത്. അതാണ് ഞാൻ പെട്ടെന്ന് 7 to 8 ആക്കാന്ന് വെച്ചേ. അപ്പൊ 7 to 8 ആയപ്പോ അടുത്ത മെസ്സേജ് വന്നു, 7:30ക്ക് പ്രസന്റേഷൻ, 2 ആളുകൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മെസ്സേജ് കൊടുത്തു, എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ 8 മണിക്കേ കയറുള്ളൂ. വീണ്ടും എനിക്ക് ചേഞ്ച് ആക്കാൻ പറ്റിയാലോ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്തതിന്. അഡാപ്റ്റേഷൻ നിങ്ങളുടെ എല്ലാവരിലും ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. നെക്സ്റ്റ് ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി ഇനിയിപ്പോ ക്ലാസ് അധികം ഇല്ല, പക്ഷെ എനിക്ക് 70 യൂണിറ്റ് എടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പൊ ഞാൻ എക്സ്ട്രാ സെഷൻസ് ചിലപ്പോൾ രാത്രിയിൽ വെക്കും കേട്ടോ. ഫ്രീ ആവും. എന്തോ കുട്ടികളുടെ എക്സാം ഒക്കെ മൺഡേയോട് കൂടി തീരും. അപ്പൊ എന്തായാലും ഫ്രീ ആണ്. എല്ലാവരുടെയും എക്സാം തീരുവാണ്, എല്ലാ ഏജ് കാറ്റഗറീസും. ഓക്കെ, ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് നാളെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും തീരും. ഈ ആഴ്ച കൊണ്ടൊക്കെ തന്നെ എല്ലാവരുടെയും തീരുന്ന വെക്കേഷൻ തുടങ്ങും അല്ലേ. മാം എന്താ പാർട്ട് 4 എന്താ ടെസ്റ്റ് തന്നിട്ടില്ല കേട്ടോ. ആണോ? പാർട്ട് 4 എല്ലാം കഴിയാറായോ? എല്ലാം കഴിഞ്ഞു. ടീച്ചേഴ്സ് തരും. എനിക്ക് യാതൊരു കണക്ഷൻ ഇല്ലാത്തൊരു ഭാഗമായിരുന്നു പാർട്ട് 4, പക്ഷെ ഇപ്പൊ കണക്ഷൻ ആയി. കാരണം സ്പെഷ്യൽ ബാച്ചിന് ഞാനിപ്പോ അത് എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ബാച്ച് ഉണ്ട് നമുക്ക് 13 ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. 2-3 മണിപ്പൂരി കുട്ടികളുള്ള ഒരു ബാച്ചാണ്. അപ്പൊ അവർക്ക് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഈവനിങ് ആണ് ഞാൻ ക്ലാസ് എടുക്കാറ്. അവർക്ക് ഞാനിപ്പോ പാർട്ട് 4 എടുത്തോണ്ടിരിക്കും. അതെന്താ സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്ന ഒരു വേറെ ലാംഗ്വേജിൽ എടുക്കേണ്ടതുകൊണ്ട് ഇംഗ്ലീഷ് എടുക്കേണ്ടതുണ്ട്? അത് വേറെ ലാംഗ്വേജ്. ഇപ്പൊ അവര് ഹോളി ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന ഒരു മണിപ്പൂരി കുട്ടിയാണ്. നമ്മുടെ ഒരു ബാച്ചിലെ 8th ബാച്ചിലെ ഒരു കുട്ടി അവിടെ ട്രെയിനിങ്ങിന് പോയപ്പം അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല കുട്ടികൾക്ക്. അത് KG സെഷനിലാണ് വർക്ക് ചെയ്യുന്നത്, 3-4 വർഷമായി. അപ്പം ട്രെയിനിങ്ങിന് ചെന്നപ്പം അവിടുത്തെ ഒരു ടീച്ചർ ഇവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തു ജയദേവ് സാറിന്റെ അടുത്ത്. സർട്ടിഫിക്കറ്റ് വേണമല്ലോ കോഴ്സിന് ജോയിൻ ആവാനായിട്ട്. അപ്പൊ ജയദേവ് സാർ ആദ്യം പറഞ്ഞു, എന്റെ ടീച്ചർ എങ്ങനെ ക്ലാസ് എടുക്കാനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ലാംഗ്വേജ് ഒരു ബാരിയർ ആക്കി വെച്ചിട്ട് അവരെ നമ്മളുടെ ഗസ്റ്റ് ആണല്ലോ, അവരെ നമ്മൾക്ക് ഒഴിവാക്കരുത്, അവരെ നമുക്ക് ക്ലാസ് എടുക്കാം, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ക്ലാസ്, സാറ്റർഡേ ഓൺലി. ഇനിയിപ്പം പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡേ സാറ്റർഡേ എടുക്കുന്നുണ്ട്. അവർക്ക് വീക്കെൻഡ്സേ പറ്റുള്ളൂ, കാരണം വർക്കിംഗ് ആണ് എല്ലാവരും തന്നെ. ഒരാള് ബാംഗ്ലൂർ ഒരു മോണ്ടിസോറി സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ ഒരു കുട്ടി ഡൽഹിയില്, മണിപ്പൂരി തന്നെയാണ്, ഡൽഹിയിൽ എവിടെയോ ഒരു BPOയില് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവർക്ക് നൈറ്റ് ആണ് ഡ്യൂട്ടിയൊക്കെ. അങ്ങനെ 4 മണിപ്പൂരി കുട്ടികളും ഉണ്ട്, പിന്നെ 2 മലയാളികളുണ്ട്. ഒരു അഡ്വക്കേറ്റും ഒരാള് ഹോളി ഗ്രേസിലെ കോർഡിനേറ്ററാണ്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ. അപ്പൊ ഇങ്ങനെ ഇവരാണ്. അപ്പൊ ഇവര് 6 പേരാണ് നമുക്കുള്ളത്. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു, ഭയങ്കര ഹാപ്പിയാണ്. നല്ല എന്താ പറയാ, പ്രാക്ടിക്കൽ സെഷൻ ഹോളി ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് പക്ഷെ എക്സാം സെപ്പറേറ്റ് നടത്തും, കാരണം അവരുടെ എല്ലാ ടോപ്പിക്സും ഞാൻ എടുത്തത് കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ശരിയായിന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, അവര് 13 റെഗുലർ ബാച്ചിന്റെ കൂടെ അവർക്ക് എഴുതാൻ പറ്റില്ല. അവർക്ക് ഏപ്രിലില് പകുതി ആവുമ്പോഴേ ക്ലാസ് തീരുള്ളൂ. മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കും, പക്ഷെ എക്സാം ചിലപ്പോൾ സെപ്പറേറ്റ് നടത്തും. അങ്ങനെ പോകും. കോൺവെക്കേഷൻ വരുമ്പോ കാണാമല്ലോ, മണിപ്പൂരി കുട്ടികളെ കാണാമല്ലോ.
ഏത് ബാച്ചിന് അല്ലെ ഒരാളില് വരാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇവിടെയുള്ള ആള് ഹോളിഡേയ്സിലുള്ളത്, മാളയിലുള്ളത്, മറ്റവര് ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെയാണ്. വരുമോന്നറിയില്ല. അപ്പൊ ശരി എന്നാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് താങ്ക് യു ഡേ. മാം. താങ്ക് യു മാം. താങ്ക് യു മാം. മാം, എന്റെ സെമിനാർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാന് അശ്വതി മാമിന്റെ ക്ലാസ്സിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ ഈ വീക്ക് ഫുള്ളും അശ്വതി മാം ലീവായിരുന്നു. അപ്പൊ നാളെ വരും പറഞ്ഞിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഞാന് ഒരു വോയിസ് അയച്ചാ മതിയോ മാമിന്? മതി മതി. ഇത് കഴിഞ്ഞു, വൈവ കഴിഞ്ഞു. വൈബ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വോയിസ് നോട്ട് അയച്ചാൽ മതി. നോ പ്രോബ്ലം. ഓക്കെ കംഫർട്ട് ആണെങ്കിൽ ഇനി ക്ലാസ്സിൽ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ലോട്ട് ഉണ്ടെങ്കിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഓക്കെ. ഞാൻ നാളെ കൂടി നോക്കിയിട്ടേ മാം എന്തോ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പോയിക്കാന്നാണ് പറഞ്ഞത്. അശ്വതി മാം നാളെ പ്രസന്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ വോയിസ് അയക്കാം. കുഴപ്പമില്ല അല്ലെ? മാമിന് ബ്രീത്തിങ് ട്രബിൾ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആസ്മയുടെ പ്രശ്നമുണ്ട്. അതെ മാം, അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് ആൾക്ക് അത് തന്നെയായിരുന്നു. അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. അതെ എനിക്കും അങ്ങനെ തന്നെയാ. അപ്പൊ നാളെ ആള് വരുന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ ജസ്റ്റ് വോയിസ് ആയിട്ട് അയക്കാം. ഓക്കെ മാം, താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്.